നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സര ചിത്രം നാളെ തെളിയും. നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ജില്ലയിൽ വോട്ടെടുപ്പിലുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രചരണത്തിന് ദിവസങ്ങൾ കുറവായതിനാൽ ഓട്ടപ്രദക്ഷിണത്തിലാണ് സ്ഥാനാർത്ഥികൾ. കണ്ണൂർ ജില്ലയിൽ 21,76,984 വോട്ടർമാരാണുള്ളത്. മാർച്ച് 15 വരെ അപേക്ഷ നൽകിയവരെ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2177 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് ജില്ലാ വരണാധികാരിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമുക്ക് ജില്ലയിൽ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ വോട്ടിംഗ് മെഷീനുകളുടെ കാര്യങ്ങളിൽ നമ്മൾ ആദ്യത്തെ റാൻഡമൈസേഷൻ ശേഷം എല്ലാ മെഷീനുകളും നമ്മൾ അതത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടായിരിക്കും ഇനി കമ്മീഷനിങ്ങും മറ്റും നടക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 3 കൗണ്ടിംഗ് സെൻറ്ററുകളാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടാവുക. അതിൻ്റെയും സജ്ജീകരണങ്ങൾ തുടങ്ങാൻ ആയിട്ടുണ്ട്. അതിനുള്ള ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ അടക്കം ഒബ്സർവർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നതായിരിക്കും. 3 എന്ന് പറയുമ്പോൾ തളിപ്പറമ്പിലുള്ള സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതേപോലെ ചിന്മയ ടെക്നോളജിയുടെ ചാലയിലുള്ള ക്യാമ്പസ്, ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, ഇങ്ങനെ 3 സെൻറ്ററുകളിലാണ് കൗണ്ടിങ്ങുകളിൽ നടക്കുക. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നേ നമ്മുടെ വോട്ടിംഗ് ദിനത്തിന് മുന്നേ തന്നെ പോസ്റ്റൽ ബാലറ്റും ഹോം വോട്ടിങ്ങും നടന്നു കൊടുക്കും. ബാലറ്റ് പ്രിൻറ്റിങ് നമ്മൾ ഈ കാൻഡിഡേറ്റുകളുടെ വിഡ്രോവലിന് ശേഷം ബാലറ്റുകൾ പ്രിൻറ്റിങ്ങിന് കൊടുക്കും. ആ പ്രിൻറ്റിങ് കിട്ടിയ ബാലറ്റുകൾ വെച്ചിട്ട് 30-ാം തീയതി മുതലാണ് നമ്മൾ ഹോം വോട്ടിംഗ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 85 വയസ്സിന് മുകളിലുള്ളവരും അതേപോലെ തന്നെ ഫിസിക്കലി 40% മുകളിൽ ഭിന്നശേഷി ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കുള്ളതാണ് ഈ ഹോം വോട്ടിംഗ് എന്നുള്ള ഒരു ഫെസിലിറ്റി. നമ്മുടെ ജില്ലയിൽ ഏകദേശം 1800 സീനിയർ സിറ്റിസൺസും, അത് 85-ന് മുകളിലുള്ളവരാണ് ഈ കൗണ്ടിൽ വന്നിട്ടുള്ളത്. 22,928. അപ്പോൾ 40,000-ഓളം വോട്ടർമാർ ഹോം വോട്ടിങ്ങിലേക്ക് പോകും. അത് പോളിംഗ് ഡേയിന് മുമ്പ് തന്നെ 203 ടീമുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 203 ടീമുകൾ വെച്ചുകൊണ്ട് 7 ദിവസം കൊണ്ടാണ് ഈ ഒരു പ്രക്രിയ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. ശാരീരികമായി അവശരായവർക്ക് ഹോം വോട്ടിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു. ജില്ലയിലെ 11 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വെച്ചാണ് എണ്ണുക. ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട്, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് എന്നിവയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. മാധ്യമങ്ങൾ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണെന്നും കലക്ടർ പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്, റൂറൽ പോലീസ് കമ്മീഷണർ അനൂജ് പലിവാൾ, ഡെപ്യൂട്ടി കലക്ടർ എസ്തദ മുഫസിർ, ADM കലാഭാസ്കർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ NCB എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബ്യൂറോ, കണ്ണൂർ 1. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.